ശ്രീമതി ഷീബ, ഇന്ന് അങ്ങ് അതിൻ്റെ ഈ പറയുന്ന ആന്റി റാഗിംഗ് സെല്ലിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അങ്ങോട്ട് സംസാരിക്കാൻ വലിയ ആശങ്കകളുണ്ട്. ഞാനോ ഈ ചർച്ചയോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വാക്കോ അങ്ങ് വേദനിപ്പിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. ശ്രീമതി ഷീബ, അതായത് സിദ്ധാർത്ഥൻ 16-ാം തീയതിക്ക് ശേഷം കിടന്ന കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. അക്ഷയാണ് ആ ഫോൺ കോളുകൾ മാനേജ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ജയപ്രകാശൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേട്ടത്. കൃഷ്ണലാൽ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ് ഈ കുട്ടി സിദ്ധാർത്ഥൻ ബാത്റൂമിലേക്ക് പോകുന്നത്, കുളിമുറിയിലേക്ക് പോകുന്നത് കണ്ടു എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടിൽ. മറ്റാരും കണ്ടിട്ടില്ല. കഴുത്തുവരെ പുതച്ചു കിടക്കുന്ന സിദ്ധാർത്ഥനെയാണ് മറ്റുള്ളവരെല്ലാവരും കണ്ടത്. കൃഷ്ണലാൽ മാത്രമാണ് ബാത്റൂമിലേക്ക് സ്വമേധയാ പോകുന്ന സിദ്ധാർത്ഥനെ കണ്ടത് എന്ന്. ആദ്യം മുതൽ ജയപ്രകാശൊക്കെ പറയുന്നത് ഇതൊരു ആത്മഹത്യയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ്. ആന്റി റാഗിംഗ് സെല്ലിന്റെ റിപ്പോർട്ടറും ആത്മഹത്യ എന്ന് തന്നെയാണ് തൽക്കാലം പറയുന്നത്. CBI അന്വേഷണത്തിൽ അതിന്റെ കൊലപാതക സാധ്യതകൾ കൂടി പരിഗണിക്കണം എന്നൊരാവശ്യം കുടുംബത്തിൻ്റെതായുണ്ടോ? കൊലപാതകമാണല്ലോ, അതിപ്പം ആദ്യമേ തെളിഞ്ഞ കാര്യമാണ്. ആദ്യത്തെ 2 ദിവസം നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറിഞ്ഞല്ലോ അതൊരു കൊലപാതകം തന്നെയാണ്. 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്ത ഒരു കുട്ടിയാണ് അക്ഷയ്. അക്ഷയിന് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് പറയാമായിരുന്നു. അവൻ സേഫാണ്, കിടക്കുന്നു ആൻറ്റി, അവൻ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പം ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ടില്ല. ഞങ്ങൾ എന്തെങ്കിലും വിളിക്കുമ്പോൾ മോൻ തന്നെ ഫോൺ എടുത്തിട്ട് ജസ്റ്റ് 1-2 വാക്കുകൾ പറയുന്നുമുണ്ട്. അതിലൊരു അസ്വാഭാവികത നമുക്ക് ഒന്നും മനസ്സിലായിട്ടില്ല, ഞങ്ങൾക്ക് ഒന്നും പിടിയിട്ടിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ഞങ്ങൾ വിശ്വാസമായിരുന്നു അക്ഷയെ. അക്ഷയ് പറയുന്നതിനപ്പുറം നമുക്ക് വേറൊന്നും ഇല്ലായിരുന്നു. അവൻ ഒരാൾ വിളിച്ചിരുന്ന എന്തെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു. ഇന്നിപ്പോൾ ഈ CBI സംഭവം കഴിഞ്ഞ് 18-ാം തീയതി കഴിഞ്ഞിട്ട് പോലും ഒരു 5 മണിയോടുകൂടി ഞാൻ അക്ഷയ് വിളിച്ചപ്പോൾ അക്ഷയ് പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ അകത്ത് കയറിയിട്ട് സിദ്ധുവിൻ്റെ ഒരു ഫോൺ കൊടുക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് സിദ്ധുവിനെയോ ഡോക്ടറെയോ ഒന്ന് സംസാരിക്കണം. അക്ഷയ് പറഞ്ഞു ഓക്കെ ആൻറ്റി, കുഴപ്പമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല, അവൻ്റെ അടുത്ത് കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുവരെ അവൻ സേഫായി നിൽക്കുകയാണ്. മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതെ 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 ഞാൻ അക്ഷയാണ് ആദ്യം വിളിച്ചത്. എൻ്റെ അടുത്ത് എൻ്റെ ബ്രദറോ വീട്ടിൽ നിന്നോ വന്നിട്ട് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് ഡീറ്റെയിൽ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് അക്ഷയെ വിളിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് വേണ്ട, വിളിക്കണ്ട. എനിക്കറിയണം, അക്ഷയാണല്ലോ ഞാൻ 2 ദിവസം കൊണ്ട് കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ അക്ഷയ് പറയുന്നത് ആൻറ്റി വേറെ ഒന്നും കുഴപ്പമില്ല, നമുക്ക് നോക്കാം, ഹോസ്പിറ്റലിൽ അകത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ അകത്ത് കയറിയിട്ട് കണ്ടിട്ട് സിദ്ധുവിൻ്റെ ഒരു ഫോൺ കൊടുക്കാം. എനിക്ക് സിദ്ധുവിൻ്റെ കയ്യിലോ ഡോക്ടറുടെ കയ്യിലോ ഫോൺ കൊടുത്തിട്ട് എനിക്കിത് സംസാരിക്കണം. ഓക്കെ ആൻറ്റി, ഞാൻ കയറിയിട്ട് കൊടുക്കാം, ടെൻഷൻ വേണ്ട. ഒരുപക്ഷെ ശ്രീമതി ഷീബ അങ്ങേക്ക് അത് താങ്ങാൻ കഴിയില്ല എന്നൊരു വിചാരത്തിന്റെ പേരിലായിരിക്കുമോ? അപ്പോൾ അക്ഷയെ പറ്റി നിങ്ങൾക്ക് പല പരാതികൾ വേറെയുണ്ട്. എന്നിരുന്നാലും ഒരു അമ്മയോട് മരണവാർത്ത പറയുന്നതിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞതാകാനുള്ള സാധ്യതയില്ലേ? എങ്കിൽ പിന്നെ 16-നും 17-നും ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നല്ലോ. അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയായിരുന്നു. 16-ാം തീയതി ഞാൻ വിളിച്ചപ്പോൾ അക്ഷയ് പറയുന്നു അവൻ കിടക്കുന്നു എന്ന്. അവൻ കണ്ടിട്ടുണ്ട്. 16-ാം തീയതി രാവിലെ എത്തിയതിനു ശേഷം 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് വിളിക്കുന്നത്. അപ്പം അന്ന് മുതൽ ഉപദ്രവം അല്ലെങ്കിൽ മർദ്ദനം തുടങ്ങിയെന്നാ ഞങ്ങളുടെ അറിവ്. ശരി, ഈ ഞങ്ങളുടെ പുറത്തൊന്നും അക്ഷയുടെ പേരോ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. അതുപോലെ ദേവരാഗിൻ്റെ കാര്യം ഞങ്ങൾ ഇന്നാണ് അറിയുന്നത്. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ദേവരാഗിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ. പിന്നെ അന്ന് കൂടെ ഉണ്ടായിരുന്ന 2-3 പെൺകുട്ടികൾ, അവരാരെന്ന് പോലും അറിയില്ല എനിക്ക്. അവരുടെ മുഖം എനിക്ക് ഒരു കണ്ടാൽ ചിലപ്പോൾ ഇനി ഓർമ്മ കാണും, നേരത്തെ കണ്ട ഒരു ഓർമ്മയില്ല എനിക്ക്. അവരൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് സമാധാനമായല്ലോ, നിങ്ങൾക്ക് ഇപ്പം തൃപ്തിയായല്ലോ. അവരൊക്കെ എന്തോ ഉദ്ദേശിച്ചാണെന്ന് എനിക്കറിയണം. ഉടനെ തന്നെ അവരെല്ലാവരും പിടിച്ചുകൊണ്ട് വെളിയിൽ ഇറക്കിക്കൊണ്ട് പോവുകയാണ്. ഈ നിങ്ങളോട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ കുട്ടികളെ അങ്ങനെയാണോ?
ശ്രീമതി ഷീബ. ഇരുപതാം തീയതി വന്നപ്പോൾ ഉണ്ടായിരുന്ന കുട്ടികളാണ് ഈ അക്ഷയ്, ദേവരാഗ്, ഈ കുറച്ച് പെൺകുട്ടികൾ, വേറൊരു ആൺകുട്ടിയും കൂടെ. അപ്പം ഇത്രയും ഞാൻ അന്ന് കണ്ട സംഭവങ്ങളാണ്. അക്ഷയുടെ ഞാൻ അന്നും ചോദിക്കുന്നുണ്ട്, മോൻ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്ന്. ഞാൻ അക്ഷയുടെ കയ്യെ പിടിച്ച് ചോദിക്കുകയാണ്, മോൻ എന്തെങ്കിലും നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 2-3 ദിവസം വിളിച്ചതല്ലേ, നീ ഒന്ന് പറയാത്തെന്ത് എന്ന്. അപ്പം അക്ഷയ് കുനിഞ്ഞിരുന്ന് കരയുന്നു, എന്തോ മൗനം സമ്മതം എന്നുള്ള രീതിയിൽ. പക്ഷെ അക്ഷയ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അക്ഷയ് എവിടെയാണെന്ന് അറിയില്ല. ഓക്കെ.